താൻ മുഖ്യമന്ത്രിയാകാൻ ഒരു സാധ്യതയുമില്ലെന്ന് VM സുധീരൻ. തെരഞ്ഞെടുപ്പ് രംഗത്തേക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. 2004 ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതുകൊണ്ട് മത്സരിച്ചു. 2009 മാറി നിന്നതിനാൽ KC വേണുഗോപാലിന് MP ആകാൻ കഴിഞ്ഞുവെന്നും VM സുധീരൻ പറഞ്ഞു. ഒരു മുഖ്യമന്ത്രി ആകട്ടെ എന്നൊക്കെ അദ്ദേഹം ആശംസിച്ചു. ഒരു സാധ്യതയില്ല. തന്നെയല്ല, ഞാൻ പാർലമെന്ററി രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയപ്പോൾ തന്നെ അന്ന് കോൺഗ്രസ് പ്രസിഡന്റ് എഴുതി കൊടുത്തു, മൈ നെയിം നീഡ് നോട്ട് ബി കൺസിഡേർഡ് ഫോർ എനി ഓഫ് ദി പാർലമെന്ററി പോസ്റ്റ്. പിന്നീട് 2004 ഞാനിവിടെ മത്സരിച്ച് തന്നെ എന്നോട് പറയാതെ, എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ പേരിൻ്റെ അവിടെ ഒരു നക്ഷത്ര ചിഹ്നം കൂടി ഇട്ടുകൊണ്ട് AICC അനൗൺസ് ചെയ്തതാണ്. AICC അനൗൺസ് ചെയ്തതുകൊണ്ട് അത് മാനിക്കാൻ ബാധ്യതയുള്ള ഞാൻ അംഗീകരിച്ചതാണ്. പിന്നീട് പല സന്ദർഭങ്ങളിലും കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി ഉൾപ്പെടെ പല സന്ദർഭങ്ങളിലും എന്നെ നിർബന്ധിച്ചിട്ടുണ്ട്, സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. 2009 ഞാൻ മത്സരിക്കാൻ വിസമ്മതിച്ചതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ MP KC വേണുഗോപാൽ അന്ന് MP ആയി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് അതിനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് പ്രത്യേകിച്ച് പറയാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. പക്ഷേ ജനങ്ങളോടൊപ്പം, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജനങ്ങളോടൊപ്പമുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാനുണ്ടാകും. വയനാട്ടിൽ നടന്ന ലക്ഷ്യ ക്യാമ്പിൽ കാസർഗോഡ് ജില്ലയിലെ 3 മണ്ഡലങ്ങൾ നേടാനാകുമെന്ന വിലയിരുത്തൽ പ്രാവർത്തികമാക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ്. മഞ്ചേശ്വരത്തിനും കാസർഗോഡിനും പുറമെ ഉദുമ മണ്ഡലത്തിൽ കൂടി ഇത്തവണ വിജയിക്കാനാകുമെന്നാണ് ക്യാമ്പിലെ വിലയിരുത്തൽ. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായ മഞ്ചേശ്വരത്ത് ഇക്കുറി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാകുമെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ ന്യൂസ് 18നോട് പറഞ്ഞു. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ആയിരിക്കും പരിഗണിക്കുകയെന്നും PK ഫൈസൽ വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടാക്കാനായ വലിയ നേട്ടം ഇത്തവണ നിയമസഭയിൽ ഗുണമാകുമെന്നാണ് UDF കരുതുന്നത്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ മഞ്ചേശ്വരവും കാസർഗോഡുമാണ് UDFിൻ്റെ കയ്യിലുള്ളത്. ഇത്തവണ കൂടുതൽ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തി കൂടുതൽ മണ്ഡലം പിടിച്ചെടുക്കാനാണ് UDF ലക്ഷ്യമിടുന്നത്. നമ്മോടൊപ്പം DCC പ്രസിഡന്റ് PK ഫൈസൽ തന്നെ ചേരുന്നു. എന്തായാലും സംസ്ഥാനത്ത് വലിയ വിജയമുണ്ടാക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലേക്ക് വരുമ്പോൾ ഇത്തവണ ഉദുമ കൂടി പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊരു പ്രവർത്തനം, എങ്ങനെയാണ് പ്രതീക്ഷ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലക്കകത്ത് UDFിനെ സംബന്ധിച്ചിടത്തോളം തിളക്കമാർന്ന വിജയമാണ് കിട്ടിയിട്ടുള്ളത്. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ 8 പഞ്ചായത്തും UDF ആണ്. കാസർഗോഡും മോശമല്ലാത്ത വലിയ വിജയം നേടിയിട്ടുണ്ട്. ഉദുമയെ സംബന്ധിച്ചിടത്തോളം ഉദുമയിലും CPM കാലാകാലങ്ങളിലായി ഭരിച്ചിരുന്ന ദേലമ്പാടി ഉൾപ്പെടെ UDFിൻ്റെ കൈകളിലേക്ക് വന്നു. അതോടൊപ്പം മുളിയാർ പഞ്ചായത്ത് UDFിൻ്റെ കൈകളിലേക്ക് വന്നു. ഉദുമ UDFിൻ്റെ കൈകളിലേക്ക് വന്നു. അതിനു പുറമെ പുല്ലൂർ പെരിയ വൈസ് പ്രസിഡന്റ് കോൺഗ്രസിന് കിട്ടി. നറുക്കിലാണ് നമുക്ക് അവിടെയും രാഷ്ട്രീയപരമായി വലിയ മുന്നേറ്റം നടത്തി. CPMൻ്റെ ശക്തി കേന്ദ്രമായ ബേഡെടുക്ക പഞ്ചായത്തിൽ ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസിൻ്റെ 2 സീറ്റ് കോൺഗ്രസിന് ലഭിച്ചു. 1 സീറ്റ് 1 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അവിടെയും CPM വ്യാപകമായ കള്ളവോട്ട് നടത്തിയിട്ടുണ്ട്. അത് നിയമപരമായി നമ്മൾ അതിൻ്റെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. ഒരു തർക്കവും വേണ്ട, ഈ തെരഞ്ഞെടുപ്പിൽ ഉദുമയിൽ UDF വിജയിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി UDFും കോൺഗ്രസും മുമ്പോട്ട് പോകുന്നു. വിന്നിംഗ് കാൻഡിഡേറ്റിനെ അവിടെ മത്സരിപ്പിച്ചുകൊണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമ നിയോജക മണ്ഡലം UDFിൻ്റെ കൈകളിൽ എത്തിക്കുന്ന വലിയ പ്രവർത്തനങ്ങൾക്കാണ് കോൺഗ്രസും UDFിന് നേതൃത്വം നൽകുന്നത്. ക്യാമ്പിൽ പറയുന്നത്, ഉദുമ പ്രത്യേകിച്ച് പറയുന്നത് 3 മണ്ഡലമാണ് പറയുന്നത് പ്രധാനമായും. എന്താണ് അനുകൂല ഘടകം എന്ന് കരുതുന്നത് ഉദുമയിൽ പ്രത്യേകിച്ച്? ഉദുമയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഉദുമ എന്ന് പറയുന്നത് വോട്ടിംഗ് പാറ്റേൺ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ UDFിന് അനുകൂലമാണ്. പക്ഷെ കാലാകാലങ്ങളിലായി CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ കള്ളവോട്ടുകൾ ചെയ്താണ് പലപ്പോഴായി അവിടെ 90-95% അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവർ പോളിംഗ് ശതമാനം ഉയർത്തുന്നു. പക്ഷേ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ SIRൻ്റെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ വലിയ മാറ്റം വരാൻ ഇരട്ട വോട്ടുകളെല്ലാം ആ വോട്ടർ പട്ടികയിൽ നിന്ന് പോകാനുള്ള സാധ്യത പൂർണ്ണമായും. മാത്രമല്ല, ഒരു സാധ്യത എന്ന് പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFിനുണ്ടായ ഉദുമ നിയോജക മണ്ഡലത്തിലുണ്ടായ ഒരു മേൽക്കൈ
നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഈ പ്രധാനമായും UDF എതിർക്കുന്നത് BJP ആണ്. അത് ദേശീയ തലത്തിലായാലും ഈ A ക്ലാസ് മണ്ഡലമാണ് മഞ്ചേശ്വരം. ഇത്തവണ മഞ്ചേശ്വരം ഏത് വിധേനയും പിടിച്ചെടുക്കുമെന്നാണ് BJP പറയുന്നത്. അവിടെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.